നമുക്കൊരു ട്രൈ കളർ പാസ്ത ഉണ്ടാക്കാം. പാസ്ത ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് ഗ്യാസിലോട്ട് പാൻ വെച്ച് വെള്ളം നല്ല രീതിക്ക് തിളപ്പിച്ച ശേഷം ഇതാണ് നമ്മുടെ ഇപ്പിയുടെ പാസ്ത, ട്രൈ കളർ പാസ്ത. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്തയും അതുപോലെ ഇതിൻ്റെ മസാലയാണുള്ളത്. ഭയങ്കര ഇതൊക്കെ കണ്ടിട്ട് മേടിച്ചാൽ ഞാൻ പണ്ടെങ്ങാണ്ട് ഇത് മേടിച്ചിട്ടേ ഉള്ളൂ, പിന്നെ ഇപ്പോഴാണ് മേടിക്കുന്നത്. അപ്പം എന്താവും എനിക്കൊരിതില്ല. അപ്പം ഇപ്പിയുടെ അല്ല നോർമലി മേടിക്കുന്നത്. നോർമലി ഞാൻ മേടിക്കുന്ന മാഗിയിലാണ്. അപ്പോൾ കണ്ടത് ഇതുപോലെ 3 കളറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തിളച്ച് അതിലോട്ട് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ടതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാസ്ത ഇങ്ങനെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോൺ സ്റ്റിക്ക് ആണ്, എന്നാലും ഒട്ടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. ലാസ്റ്റിൽ ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം. ഉപ്പിടുന്നതൊക്കെ എടുക്കാൻ പറ്റില്ല. ഉപ്പിട്ടതിന് ശേഷം അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ, അതിലോട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റ് മേക്കർ ആയിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം പാസ്തയുടെ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചീസി കോൺ ഫ്ലേവർ ആയിട്ടുള്ളതാണ് നമ്മളെ പാസ്ത. അപ്പോൾ അതിൽ കോണിൻ്റെ ചെറിയ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കുറച്ച് പീസസ് ആണ്, പിന്നെ ഈ ചീസ് പൗഡറാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന അതിലോട്ട് നമ്മുടെ മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നോർമലി ചെയ്യുന്നത് പോലെ ഞാൻ പാസ്തയുടെ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ടല്ല ചെയ്യുന്നത്, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഒരു ഗ്ലാസ്സിൽ അതിലൊരു 1/4 അളവിലുള്ള വെള്ളം എടുത്തിട്ട് അതുകൂടി നമുക്ക് നമ്മുടെ പാസ്തയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇളക്കി നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. അടച്ച ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം എടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടിരിക്കും. എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കിലേക്ക്. ബൈ ഗൈസ്. ഇപ്പം സമയം 9 മണിയായി.